After Mary was betrothed to Joseph, Joseph came to know that Mary was expecting and he was disturbed and wanted to leave Mary quietly. As he was thinking about this, he felt sleepy and went to sleep. Just then an angel Lord appeared and said, "Joseph, son of David, do not be afraid of taking Mary into your home, for the child she is carrying is God's son. Mary is going to give birth to a child and you have to name him Jesus." When he got up from his sleep, he did exactly as the angel of God had told him to do. He accepted Mary. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, "നീ സ്ത്രീകളിൽ അനുഗ്രഹീതേ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടും?" അക്കാലത്ത് ലോകമാക്കാലമുള്ള ജനങ്ങളുടെ പേര് എഴുതിച്ചേർക്കണമെന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോയി. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, "അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം." Along away in the east, 3 wise men studied all the stars, saw a new very bright star shining in the sky. They knew that this meant a great meal was born. 3 wise men decided to follow the star and find a baby.
മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3